പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭക്ഷണത്തിൽ കലർത്തിയ മായവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ഇതിനകം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. എല്ലാറ്റിലും മായമാണെങ്കിൽ ഇനി എന്ത് കഴിക്കും? അല്ലേ? ഭക്ഷണത്തിലെ മായത്തിനുത്തരവാദി വീഡിയോ നിർമ്മിച്ച ആളാണെന്ന് ആ ചോദ്യം കേട്ടാൽ തോന്നിപ്പോകും. സുഹൃത്തെ, ദൈവം സൃഷ്ടിക്കുമ്പോൾ പഴങ്ങളും പച്ചക്കറികളും പരിശുദ്ധമായിരുന്നു. പിന്നെ അതിലേക്ക് മായം കലർത്തിയത് ലാഭക്കൊതിയന്മാരായ ചില കരാള ഹസ്തങ്ങളാണ്. ഇനി ഈ പച്ചക്കറികളും പഴങ്ങളും ശുദ്ധിയാവാൻ എന്തെങ്കിലും പോംവഴി ഉണ്ടോ? ഉണ്ട്. പച്ചക്കറികൾ പാകം ചെയ്യും മുമ്പ് കുറച്ചു സമയം ഉപ്പ് വെള്ളത്തിലോ ശുദ്ധമായ മഞ്ഞൾ വെള്ളത്തിലോ സുർക്ക ഒഴിച്ച വെള്ളത്തിലോ ഇട്ടുവെച്ച് പിന്നെ അത് ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുക്കുക. കൂടുതൽ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവർ മുകളിൽ പറഞ്ഞ 3 മെത്തേഡുകളിൽ നിന്ന് 2 മെത്തേഡുകളും സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ കറിവേപ്പില, മല്ലിച്ചപ്പ്, പച്ചമുളക്, കോളിഫ്ലവർ ഇവ കടയിൽ നിന്ന് വാങ്ങാതിരിക്കുകയാണ് നല്ലത്. കടയിൽ നിന്ന് വാങ്ങിയ പഴങ്ങളും മുകളിൽ പറഞ്ഞ രീതിയിൽ ശുദ്ധിയാകും. എന്നാൽ ആപ്പിളിന്റെ കാര്യം അങ്ങനെയല്ല. ആപ്പിളിന് മുകളിലുള്ള മെഴുക് മുഴുവൻ കത്തികൊണ്ട് ചൊരണ്ടിക്കളഞ്ഞ ശേഷം ഉപയോഗിക്കാം. പഴങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സ്കൂൾ കുഞ്ഞുങ്ങളെ പോലെ ഒരേപോലെ യൂണിഫോം അണിഞ്ഞ പഴങ്ങൾ വാങ്ങരുത്. മനസ്സിലായില്ല അല്ലേ? ഉദാഹരണ സഹിതം വിശദീകരിക്കാം. ഒരു കടയിൽ വിൽക്കാൻ വെച്ച മുഴുവൻ മാങ്ങയും ആകർഷകമായ ഒരേ കളർ, എന്നാൽ ആ ഇനത്തിൽപ്പെട്ട മാങ്ങ തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പഴുപ്പിച്ചാൽ അതേ കളർ ലഭിക്കുകയുമില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാൽസ്യം കാർബൈഡ് ഇട്ട് കൃത്രിമമായി പഴുപ്പിച്ചതാണ് എന്നാണ്. അതിനാൽ അത്തരം പഴങ്ങൾ വാങ്ങാതിരിക്കുക. മാങ്ങ മാത്രമല്ല, ഓറഞ്ചും അതിൻ്റെ ഉദാഹരണമാണ്. ചില ആളുകൾ ഫ്രൂട്ട്സിൽ ഇഞ്ചക്ട് ചെയ്യുന്നു എന്ന് പറയപ്പെടാറുണ്ട്, പ്രത്യേകിച്ച് പൈനാപ്പിളുകളിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മായം കലർത്തി എന്ന് സംശയിക്കുന്ന ഫ്രൂട്ട്സിന് രുചിയോ വാസനയോ കളറോ വ്യത്യാസമുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് കഴിക്കരുത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂടുതൽ ഭക്ഷണത്തിലടങ്ങിയ മായങ്ങളെക്കുറിച്ചും അതുവഴി ഉണ്ടാകുന്ന മാരകമായ രോഗങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോ പ്രൊജക്ടർ സഹിതമുള്ള ആരോഗ്യ ബോധവൽക്കരണ പ്രഭാഷണങ്ങൾക്ക് ബന്ധപ്പെടുക. താങ്ക് യു.